ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സൺഡേ ആയതുകൊണ്ട് ഇന്നൊരു മോർണിംഗ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അല്ലൂസിനോട് സംസാരിച്ചതൊക്കെ ഷൂട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ എൻ്റെ ഫുഡ് എടുക്കാനായിട്ട് നോക്കുന്നത് എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ, എപ്പോഴും ഫുഡ് എടുക്കണതാണ് അവരുടെ പരിപാടി. പിന്നെ എന്നും രാവിലെ എണീറ്റ് വന്നാൽ എൻ്റെ വീട്ടിലെ ഹാള് ഇങ്ങനെയാണ് കേട്ടോ. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെയാണോ? രാത്രി കിടക്കാൻ പോണ നേരത്തെ എല്ലാം പരത്തി വെച്ചിട്ടുണ്ടാവും. വണ്ടികളാണെങ്കിലും ബീൻ ബാഗ് ആണെങ്കിലും എല്ലാം ഹാള് മൊത്തം പരത്തിയിട്ടിട്ടുണ്ടാവും. പിന്നെ രാത്രി അല്ലൂസിനെ ഉറക്കേണ്ട തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാനത് ഒതുക്കാനൊന്നും നിൽക്കില്ല. രാവിലെ ഇവരൊക്കെ നിൽക്കുമ്പോഴേക്കും ശരിയാക്കാമല്ലോ എന്ന് കരുതി. പക്ഷെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് പിന്നെ എല്ലാവരും ഒപ്പമാണ് എഴുന്നേറ്റ് വന്നത്. എല്ലാം പരത്തിയിട്ടിട്ട് എല്ലാം പരത്തിയതിന് ശേഷം ഇരിക്കണ ഇരിപ്പ് കണ്ടില്ലേ? എന്നിട്ട് നോക്കുകയാണ് ഞാൻ എന്താ ചെയ്യണമെന്നുള്ളത് നോക്കുകയാണ് കേട്ടോ. ഇനി ഇതെല്ലാം ഒതുക്കി പെറുക്കി വെക്കണം. പ്രത്യേകിച്ച് പൊടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷേ ബീൻ ബാഗുകളും അല്ലൂസിൻ്റെ വണ്ടികളും എല്ലാം അങ്ങനെ അവിടെ ഇവിടെയൊക്കെ പരത്തിയിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ എടുത്തിട്ട് ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോയി ഒതുക്കിയൊക്കെ സെറ്റാക്കി വെക്കണം. ഞാനപ്പോൾ അമ്പാടിനോട് പറയണ അമ്മേനൊന്ന് ഹെൽപ്പ് ചെയ്യടൂ, അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുക എന്നൊക്കെ പറയണേ. അല്ലൂസാണെങ്കിൽ ചിലപ്പോൾ അലമാരയൊക്കെ തുറന്നു കഴിഞ്ഞാൽ അതിന് ഡ്രസ്സൊക്കെ എടുത്ത് കൊടുന്ന് സെറ്റിയിൽ കൊടുന്ന് വെക്കും. സെറ്റീൻ്റെ കുഷ്യനൊക്കെ എടുത്ത് താഴത്തേക്ക് എടുത്തിടും, അങ്ങനെയൊക്കെ. അപ്പോൾ അമ്പാടി എന്നെ സഹായിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഈ സമയത്തിൽ ഇതെല്ലാം ഞങ്ങൾ എന്താ ചെയ്യണമെന്നുള്ളത് ഡൈനിങ് ടേബിളിൻ്റെ ചെയറിൽ കയറി ഇരുന്നിട്ട് ഇങ്ങനെ ചാടിക്കളിച്ച് നോക്കണം കേട്ടോ. അത് നമുക്കത് അവിടെ കാണാൻ പറ്റും കേട്ടോ, മിററിൽ കാണാൻ പറ്റും കേട്ടോ. ഇനി ഇതൊക്കെ നോക്കിയിരിക്കേണ്ടത് ഇതെല്ലാം എടുത്ത് വെച്ചതിന് ശേഷം വേണം ഇറങ്ങി വന്നിട്ട് ഇതൊക്കെ വീണ്ടും ഇതേപടി ആക്കാൻ. അമ്പാടിയുടെ മുതലുള്ള ഒരുപാട് ടോയ്സ് ഉണ്ട് കേട്ടോ. കുറേ ടോയ്സൊക്കെ ഞാൻ ഒഴിവാക്കി. പിന്നെ കുട്ടികൾക്ക് അത്യാവശ്യം കളിക്കാനുള്ളതൊക്കെ ഞാനൊരു സൈഡിൽ കൊണ്ടുപോയൊക്കെ സെറ്റാക്കി വെക്കും. അതെല്ലാം അടുക്കി പെറുക്കി വെച്ച് കഴിഞ്ഞാൽ അവർ കുറേ കഴിഞ്ഞ് കഴിഞ്ഞെടുത്ത് പിന്നെയും കളി തുടങ്ങും. ഇതാ പറഞ്ഞ് താമസിച്ചില്ല, അതേ വരുന്നു. ആദ്യം ചെണ്ട എടുത്തിട്ട് വരുന്നു. അല്ലൂസിനെ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. കാരണം എന്താ വെച്ചാൽ ടോയ്സ് കൈ കിട്ടിക്കഴിഞ്ഞാൽ അത് ടി വിയിൽ പോയി തട്ടും. ടീപ്പോയിമ കയറിയിട്ട് ടി വിയുടെ ഇതിലേക്ക് തട്ടുക, അങ്ങനെയൊക്കെ ആയിട്ട് ടീപ്പോയിൻ്റെ ഗ്ലാസ്സൊക്കെ ഞങ്ങൾ ഊരി വെച്ചു കേട്ടോ. ഇതേ പോണ് പിന്നെയും അടുത്ത ടോയ്സുകളെടുത്ത് പരത്താനാണ്. ചിലപ്പോൾ കാണാം കൊട്ടയൊക്കെ മൊത്തം കൊട്ടിയിടുന്നത് കാണാം. ഇതന്നെയാണ് ഇപ്പോഴും പരിപാടി. എല്ലാം അടുക്കി പെറുക്കിയാലൊക്കെ എല്ലാം കഴിഞ്ഞു. ഇനി ഒന്ന് വിളക്ക് കത്തിച്ചിട്ട് വേണം ഇനി രാവിലത്തെ പരിപാടികളൊക്കെ തുടങ്ങാനായിട്ട്. ഇപ്പം ഞാൻ വിളക്ക് കത്തിക്കുമ്പോൾ വരികയാണ് കേട്ടോ. അല്ലൂസ് വന്നിട്ട് ഇങ്ങനെ തൊഴുകയൊക്കെ ചെയ്യും കേട്ടോ. അല്ലൂസിൻ്റെ കുളി കഴിയാത്തതാണ് ഞാൻ ചന്ദനമൊന്നും ഇട്ട് കൊടുത്തില്ല. ഇതാണ് എൻ്റെ കിച്ചണിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം കിച്ചൺ വന്നിട്ട് ഞാൻ രാത്രി അടിച്ചു വാരി തുടച്ച് നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടാവും. പിന്നെ ഇതിനുള്ളിലേക്ക് കുട്ടികളാരും കയറില്ലല്ലോ. തലേ ദിവസം ഗ്രൈൻഡറിൽ അരി അരച്ചിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ അടുപ്പിൻ്റെ മേലെയാണ് കേട്ടോ വെക്കാൻ. ഒന്ന് അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കൊടുന്ന് ആദ്യം സെറ്റ് ചെയ്തു ഒക്കെ വെച്ചു. അതിനുശേഷം ഞാൻ വേഗം തേങ്ങ ചിരകാൻ വേണ്ടി ചട്നി വെക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇന്ന് കറണ്ട് പോയല്ലോ. തലേദിവസം എനിക്ക് നല്ല മുട്ടൻ പണി കിട്ടിയതാണ് കേട്ടോ. കറണ്ട് പോയി, വെള്ളമില്ല, ടാങ്കിൽ കറണ്ടും ഇല്ല. അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് വേഗം തേങ്ങയൊക്കെ അരച്ച് വെക്കി സെറ്റാക്കാമല്ലോ ഇന്നത്തെ പരിപാടിക്ക് എന്നൊക്കെ വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ അമ്പാടി വരികയാണ്. അമ്പാടിക്ക് തേങ്ങ ഇഷ്ടമാണ്, പക്ഷെ അല്ലൂന് അത്ര ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ചിരകിയൊക്കെ സെറ്റാക്കി ചട്നിക്കുള്ളതൊക്കെ ഞാൻ അരച്ചു വെച്ചു. രാവിലെ എണീറ്റ് എന്നും എനിക്ക് തുമ്മലാണ് കേട്ടോ. കാരണം എനിക്ക് അലർജി പ്രോബ്ലം ഉള്ളതാണ്, എന്നും തുമ്മലാണ്. ഇതേ മാവൊക്കെ നന്നായി പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ എന്താവുമോ എന്നറിയില്ല. എന്നത്തെ അവസ്ഥ നല്ല ഓവറായിട്ട് പൊന്തിയിട്ടുണ്ട്. ഇഡ്ഡലിക്കാണോ ശരിയാവുക ദോശയ്ക്കാണോ ശരിയാവുക എന്നറിയില്ല. എന്തായാലും ആദ്യം കുറച്ച് ഇഡ്ഡലി വെക്കാൻ വിചാരിച്ചു. കാരണം അല്ലൂന് ഇഡ്ഡലിയാണ് ഇഷ്ടം. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് കേട്ടോ. അല്ലൂന് ഇഡ്ഡലി ആണെങ്കിൽ അമ്പാടിക്ക് ദോശയാണ് കേട്ടോ. ഇഡ്ഡലി കഴിക്കായികയില്ല, പക്ഷേ നെയ്യ് ഒഴിച്ചിട്ടുള്ള ദോശയാവുന്നുണ്ടെങ്കിൽ അത് നല്ല ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഞാൻ ആദ്യം തന്നെ ഞാൻ തട്ട് വെച്ചിട്ട് ഇഡ്ഡലി ഒരു ട്രിപ്പ് ഉണ്ടാക്കി കേട്ടോ. പൊതുവേ ഞാൻ ഉണ്ടാക്കുന്ന ഇഡ്ഡലി വലിയ കുഴപ്പമുണ്ടാവാറില്ല. ഇന്നിപ്പോൾ എന്താവും എന്ന് അറിയില്ല, കാരണം മാവ് നല്ല പൊന്തി വന്നിരുന്നു. ഞാൻ പിന്നീട് അരച്ച് വെച്ച് ചട്നിയിലേക്ക് കടുകൊക്കെ പൊട്ടിച്ച് ഒഴിച്ചു. എനിക്കിങ്ങനെ കടുക് പൊട്ടിച്ച് അതിലേക്ക് ഒഴിക്കണതാണ് ഇഷ്ടം കേട്ടോ. അങ്ങനെ ഒഴിച്ച് തിളപ്പിക്കണത് ഇഷ്ടമല്ല. പിന്നെ ചട്നിയുടെ ഒപ്പം ഒരു ചെറിയൊരു തക്കാളി ചട്നിയും കൂടി ഞാൻ ആക്കിയെടുത്തു. കാരണം രണ്ടും കൂടിയിട്ട് കഴിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണത്. അപ്പോൾ അത് ഞാൻ പ്രിപ്പയർ ചെയ്തു. പിന്നെ ഞാൻ ഇഡ്ഡലി വെന്തോന്നൊക്കെ നോക്കിയപ്പോൾ എനിക്കെന്താ അറിയില്ല, ഭയങ്കര ഇഷ്ടമായി. കാരണം സാധാരണത്തേക്കാളും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഇഡ്ഡലി. കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല. നല്ല പൊന്തി വന്നു കഴിഞ്ഞാൽ ഒട്ടി പിടിക്കും എല്ലൊക്കെ പതിവ് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇന്നെന്തോ നല്ലതായി. പക്ഷേ ഇന്ന് ദോശ എനിക്കിന്ന് ശരിയായില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇഡ്ഡലിയുടെ മാവാണെന്ന് കറക്റ്റായത്, ദോശയ്ക്ക് അത് ശരിയായില്ല. പിന്നെ എന്തായാലും വേണ്ടിയില്ല, ഞാൻ അമ്പാടിക്ക് ദോശയെല്ലാം ഇഷ്ടം വെച്ചിട്ട് 2 ദോശ വെച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കൂടെ കൂട്ടണേ. ടാറ്റ ബൈ ബൈ, സീ യു.